ഫ്രണ്ട്സ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇനി നിങ്ങൾക്ക് BSc ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. IT നിങ്ങൾക്ക് ഇത് ഏകദേശം ട്രേഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലിസ്റ്റ് ഓഫ് IT ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാർപ്പൻറ്റർ മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ട്രേഡ് ഉണ്ട്, ഫിറ്റർ എല്ലാ കാറ്റഗറിയും ഉണ്ട്. ഏകദേശം ഇവിടെ 64 കാറ്റഗറി ട്രേഡ്. ഇതിലേക്ക് നിങ്ങൾ അതത് ട്രേഡിൽ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ് കേട്ടോ. പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത്. അതായത് ഇൻസെറ്റ് 1/2023 നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ തന്നെ ചാർജ്മാൻ അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ തുടങ്ങിയിട്ടുള്ള വിവിധ കാറ്റഗറി, അതുപോലെ ട്രേഡ്സ്മാൻ ട്രേഡ്സ്മാൻ മെയ്റ്റ് തുടങ്ങിയിട്ടുള്ള വിവിധ കാറ്റഗറിയിലേക്കാണ് നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ എലിജിബിലിറ്റി എന്താണെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അവിടെ കാണാം. ഏകദേശം ഒരു 8 ദിവസം മുൻപാണ് നമ്മൾ ചെയ്തത് ഈ വീഡിയോ. ഓക്കെ, അതായത് ഇന്ത്യൻ നേവി ട്രേഡ്സ്മാൻ മെയ്റ്റ് ITI ഡിപ്ലോമ BSc ഏകദേശം 900+ വേക്കൻസി നമുക്ക് ഈ നിലവിലുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഇതിൽ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്നത്, നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിലെ എലിജിബിലിറ്റി കാര്യങ്ങൾ, ഏജ് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ സാലറി, ഏകദേശം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സാലറി ഒക്കെ ലഭിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ ഈ ഏകദേശം 13 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിൻ്റെ കാര്യങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ ഇൻസെറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻസെറ്റ് 1/2023 കാണാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്നുള്ള ജസ്റ്റ് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റ് ഇവിടെ കൊടുത്തു. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 18 ഡിസംബർ മുതൽ നമുക്ക് ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 31 ഡിസംബർ വരെ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 31 ഡിസംബർ വരെ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 18ആണ്. ഇന്ന് ഡിസംബർ 18ആണ്. ആ സെയിം ഡേറ്റ് തന്നെയാണ് ഇത് നമുക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഏകദേശം 8 ദിവസം മുൻപാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഈ വീഡിയോ. അത് മുഴുവനായിട്ട് നിങ്ങൾ കാണുക. എന്നതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മതിയേ. കാരണം അതിൽ നമ്മൾ ഈ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇതിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ITയുടെ ട്രേഡേഴ്സ് ഏതൊക്കെ ട്രേഡുകളാണ് IT കഴിഞ്ഞിരിക്കേണ്ടതെന്നാണ്. അതായത് ട്രേഡുകൾ ഇവിടെ കൊടുക്കുന്നത്. അതായത് ട്രേഡിൽ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഡിപ്ലോമ, അതുപോലെ തന്നെ BSc. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് എന്താ പറയുക, പലരും സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം അവർ ഇതൊന്നും കാണില്ല, ലാസ്റ്റ് അവർക്ക് യാതൊരു ഐഡിയയും കിട്ടില്ല, എന്തൊക്കെയോ അവിടെയും വീഡിയോ നോക്കും. അപ്പോൾ ഏകദേശം നമുക്ക് 5.4K വ്യൂസ് വന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ അതിനുശേഷം മാത്രം ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണുക. നല്ലൊരു അവസരമാണ്. മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ വിശദമായിട്ട് കാണിക്കാം. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഡിസംബർ 18 മുതൽ ക്ലോസിംഗ് ഡേറ്റ് ഡിസംബർ 31ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വരുന്നതാണെങ്കിൽ ഈ സൈറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം, ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഭാഗം കാണാം റൈറ്റ് സൈഡിൽ. ഇനി ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് കേട്ടോ. ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള പേജ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക, പിന്നെ നമ്മൾ വെരിഫൈ ചെയ്യുക, പിന്നെ ലോഗിൻ ചെയ്യുക വീണ്ടും, പിന്നെ മറ്റു ഡാറ്റകൾ നമ്മുടെ എന്തൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. പിന്നെ പേയ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇത്രയും ഘട്ടങ്ങളാണ്. ഏകദേശം 6 ഘട്ടമായിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഒന്നാമത്തെ ഘട്ടമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾക്കൂടെ റൈറ്റ് സൈഡിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, നിങ്ങൾക്കിവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ കാണാൻ പറ്റും. ആദ്യം നമ്മുടെ ഇമെയിൽ ID കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കുക. ദെൻ നമുക്ക് ഒരു യൂസർ നെയിം മാനുവലായിട്ട് നമ്മളൊരു യൂസർ നെയിം ഇവിടെ കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച കോഡ് അടിച്ച് രജിസ്റ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ ഞാനതൊന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മെയിൽ ID മൊബൈൽ നമ്പർ ഒരു യൂസർ നെയിമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേരും വെച്ച് നമ്പറോ അങ്ങനെയൊക്കെ വെച്ച് എങ്ങനെ വേണമെങ്കിലും കൊടുക്കട്ടെ. യൂസർ നെയിമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസർ നെയിമായിട്ട് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ ക്യാപ്ച കോഡ് അടിച്ച് ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം യു ഹാവ് സക്സസ്ഫുള്ളി സൈൻഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, നമുക്കൊരു വെരിഫിക്കേഷൻ ലിങ്ക് നമ്മുടെ മെയിലിലേക്ക് അവർ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ മെയിൽ ഓപ്പൺ ആക്കണം. ഇനി നമ്മളിവിടെ കൊടുത്ത മെയിൽ ഉണ്ടല്ലോ, ആ മെയിൽ ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആ മെയിൽ ഓപ്പൺ ആക്കിയിട്ട് കാണിക്കാം. അപ്പോൾ എൻ്റെ മെയിലിലേക്ക് ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെയിൽ ഓപ്പൺ ആക്കുകയാണ്. മെയിൽ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സപ്പോർട്ട് ഇൻസെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വെൽക്കം ടു ഇന്ത്യൻ നേവി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മുകളിൽ തന്നെ ഹലോ, എൻ്റെ യൂസർ നെയിമാണ് GOCL എന്നാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലിക്ക് ഹിയർ ടു കൺഫേം യുവർ ഇമെയിൽ എന്നുള്ളത്. ജസ്റ്റ് നമ്മളതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മെയിൽ എന്ത് ചെയ്യും, കൺഫർമേഷൻ ഓക്കെ ആകും. അപ്പോൾ നിങ്ങൾക്ക് കാണാം യുവർ ഇമെയിൽ ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ്. നമ്മളെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. ഇനി നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID മീൻസ് മൊബൈൽ നമ്പർ, നമ്മൾ മൊബൈൽ നമ്പർ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്തല്ലോ, ആ മൊബൈൽ നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് വെരിഫൈ ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനാണെന്ന് നമ്മുടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനു ശേഷം നമ്മൾ ഈ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് OTP കൊടുക്കുക. അത്രയേ ഉള്ളൂ. OTP വെച്ച് നമ്മളത് വെരിഫൈ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാപ്ച കോഡ് അടിച്ചു. ഇനി ഇവിടെ ജനറേറ്റ് OTP. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID ഓൾറെഡി വെരിഫൈ ചെയ്തു. ഇനി നമ്മുടെ മൊബൈൽ നമ്പറാണ് വെരിഫൈ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുത്തത്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്യാപ്ച കോഡ് എടുത്തിട്ട് ജസ്റ്റ് ജനറേറ്റ് OTP എന്ന് കൊടുത്താൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അടിച്ചു കൊടുക്കുക. ഇവിടെ കാണാം നിങ്ങൾക്ക് എൻ്റർ 6 ഡിജിറ്റ് OTP. ആ പേജ് ഒന്ന് ലോഡ് ആവും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ട് ഞാൻ ജസ്റ്റ് അവിടെ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ OTP അടിച്ചതിന് ശേഷം, ഞാൻ ഫുൾ അടിച്ചിട്ടില്ല, OTP അടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാനുവലായിട്ട് നിങ്ങളുടെ ഒരു പാസ്വേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അത് റീടൈപ്പ് ചെയ്യുക. ഈ കോളത്തിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ സെയിം പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക. ഓക്കെ, പാസ്വേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്പെഷ്യൽ ക്യാരക്ടർ വേണം, അതുപോലെ ഒരു അപ്പർ കേസ് ലോവർ കേസ് വേണം, ഒരു നമ്പറും വേണം. ഓക്കെ, ലെങ്ത്ത് 8-ൻ്റെയും 20 ക്യാരക്ടറിൻ്റെ ഇടയിലായിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേര് ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, പിന്നെ സ്മോൾ ലെറ്റർ കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ $സൈനോ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അതിനുശേഷം ഒരു നമ്പറും കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ആവും. ആ സെയിം പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്യാപ്ച കോഡ് അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതൊന്ന് പാസ്വേഡ് ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ മാനുവലായിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ക്യാപ്ച അടിച്ചു. ഞാനിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കണേ. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നു, യുവർ മൊബൈൽ നമ്പർ ഈസ് വെരിഫൈഡ് ആൻഡ് പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ്. ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നേരെ നമ്മൾ ബാക്കിലേക്ക് തന്നെ പോയത്, അതായത് ലോഗിൻ പേജിലേക്കാണ് പോയത്. ഓക്കെ, ആദ്യം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചല്ലോ, ആ പേജിലേക്കാണ് പോയത് കേട്ടോ. സൗണ്ടിന് നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്. ശബ്ദത്തിന് ചെറിയൊരു പിടുത്തമുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം ലോഗിൻ എന്നുള്ള ഭാഗം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്താൽ മതി. ഇവിടെ നമ്മളുടെ എന്ത് ചെയ്യുക, രജിസ്റ്റേർഡ് ഇമെയിൽ ID ഓർ മൊബൈൽ നമ്പർ ഏത് വെച്ചിട്ട് വേണം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇമെയിൽ ID കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ക്യാപ്ച കോഡ് അടിക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഞാൻ ഇത് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഈ ക്യാപ്ച കോഡ് അടിച്ചു, എൻ്റെ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു, ക്യാപ്ച കോഡ് അടിച്ചു. ഇനി ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ലോഗിൻ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അവൈലബിൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നപ്പോൾ നമുക്ക് ചാർജ് മാൻ, അതുപോലെ ഈ പറയുന്ന അമ്യൂണീഷൻ, അതുപോലെ സീനിയർ ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പിന്നെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ആർമമെൻറ്റ്, അതുപോലെ തന്നെ സീനിയർ ഡ്രാഫ്റ്റ്മാൻ കാർട്ടോഗ്രാഫിക്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഗ്രൂപ്പ് B പോസ്റ്റാണ്, നോൺ ഗസറ്റഡ്. ഇനി ഗ്രൂപ്പ് C പോസ്റ്റാണ് നമ്മുടെ ട്രേഡ്സ്മാൻ മെയ്റ്റ്. ഇതാണ് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ITIൻ്റെ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണെങ്കിൽ ഇവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ കണ്ട് 10ാം ക്ലാസ്സും, അതായത് എന്താണ് വിവിധ ട്രേഡുകളിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓരോന്നിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ചാർജ്മാൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ബാച്ചിലർ ഓഫ് സയൻസ് ആണ്, അത് BSc കഴിഞ്ഞവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ നേവിയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്, ഒന്നിലധികം പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫീ അടയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, അപ്ലൈ ആവുന്നുള്ള ഓരോ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഓരോ ലിങ്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നപ്പോൾ ഈ ട്രേഡ്സ്മാൻ മെയ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ വേക്കൻസിയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതിലേക്കും അപ്ലൈ ചെയ്യാം. സെയിം ഫോം തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ആവുന്നുള്ളതിൽ കൊടുക്കുകയാണ് ട്രേഡ്സ്മാൻ മെയ്റ്റ് ഗ്രൂപ്പ് C. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആദ്യം തന്നെ ട്രേഡ്സ്മാൻ മെയ്റ്റ് ഇവിടെ പോസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം. അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സും. നിങ്ങൾക്ക് അതത് ട്രേഡുകളിൽ ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 64 ട്രേഡ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് ധൈര്യമായിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ഓക്കെയാണ്, നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്യുക, ദെൻ സേവ് കൊടുക്കുക. ഓക്കെ,
അങ്ങനെ സേവ് കൊടുത്ത സമയത്ത് ഇനി നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷനാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മുടെ മെയിൽ ഐ ഡിയും നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇനി ആധാർ കാർഡ് ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്തിട്ട് ആധാർ കാർഡ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നോ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ID കാർഡ് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ പാസ്പോർട്ടോ ഏതെങ്കിലും ഒന്ന് കൊടുക്കണം, വോട്ടർ ID യോ. എന്നിട്ട് ID കാർഡിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കണം. ഓക്കെ, അത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ പേര്, ഫസ്റ്റ് നെയിം, ആ ഫസ്റ്റ് നെയിം നമ്മുടെ കൺഫേം ചെയ്യുക. മിഡിൽ നെയിം ഉണ്ട്, മിഡിൽ നെയിം കൊടുക്കുക. ലാസ്റ്റ് നെയിം, പിന്നെ ലാസ്റ്റ് നെയിം കൺഫേം ചെയ്യുക. ഓക്കെ, നമ്മൾ 10ാം ക്ലാസ്സിൽ എങ്ങനെയാണോ നമ്മുടെ പേര് കൊടുത്തിരിക്കുന്നത് സർട്ടിഫിക്കറ്റിൽ, അതുപോലെ നമ്മളത് ഫില്ല് ചെയ്യാം. അതിനുശേഷം മെയിൽ ഓർ ഫീമെയിൽ ഏതാச்சுം നിങ്ങൾ സെലക്ട് ചെയ്യാം. ദെൻ നമ്മുടെ പേര് എപ്പോഴെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്തവരാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അങ്ങനെ യെസ് എന്ന് കൊടുത്താൽ ആ മുൻപത്തെ പുതിയ നെയിം എന്താണെന്നുള്ളത് നമ്മളവിടെ കൊടുക്കണം കേട്ടോ. ന്യൂ നെയിമാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, നോ കൊടുക്കുന്നു. മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളതാണ് അടുത്തത്, അത് കൊടുക്കുക. ദെൻ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്. ഓക്കെ, ദെൻ ഫാദറിൻ്റെ പേര് നമ്മൾ മുകളിലടിച്ചതിൻ്റെ താഴെ എന്താണ് അത് കൺഫേം ചെയ്യണം. ദെൻ മദറിൻ്റെ പേരും മുകളിലടിച്ചിട്ട് കൺഫേം ചെയ്യണം. മദറിൻ്റെ പേര് സെയിം പേര് തന്നെ അവിടെ റിപ്പീറ്റ് ചെയ്യുക. കാരണം നമ്മൾ തെറ്റുകൾ മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 റീടൈപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ ഫോമിൽ വന്നിരിക്കുന്നത്. അത് നല്ലതാണ്. നമുക്ക് കുറച്ച് റീടൈപ്പ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ അത് നല്ലതാണ്. കാരണം നമ്മൾ തെറ്റുകൾ മാക്സിമം കുറയും. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാച്ച് ആവില്ല. ദെൻ കാറ്റഗറി ജനറലാണ്, AWS OBC SC ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ SC OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട, AWS കാൻഡിഡേറ്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ അത് പ്രത്യേകം കേൾക്കണം. അതുപോലെ തന്നെ സെലക്ട് കാറ്റഗറി വീണ്ടും നമ്മൾ കൺഫേം ചെയ്യുക. ഏതാണ്, ഇപ്പോൾ ഞാൻ ജനറലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ നമ്മൾ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അല്ല, ദെൻ ഡിസബിലിറ്റി എന്താണ് നിങ്ങളുടെ 40% എബോ ആണോ ബിലോ ആണോ എന്നുള്ളതൊക്കെ കൊടുക്കുക. ശാരീരികമായി പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഞാൻ ഇവിടെ നോ കൊടുക്കുന്നത്. എക്സ് സർവീസ്മാൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ യെസ് നോ കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെയൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ഡിഫൻസ് സർവീസ് പേഴ്സണൽ ആണോ എന്നാണ്, നമ്മൾ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ശാരീരിക അംഗവൈകല്യങ്ങളൊക്കെ വന്ന ഈ സർവീസിലുള്ള സമയത്ത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ആണോ എന്നുള്ള ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ, നിങ്ങൾ അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നോ കൊടുക്കുന്നു. ദെൻ മെറിറ്റോറിയസ് സ്പോർട്സ് പേഴ്സൺ ആണോ എന്നാണ്. അപ്പോൾ നമ്മൾ സ്പോർട്സിലൊക്കെ നല്ല എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കുക. സ്റ്റേറ്റ് നമ്മൾ അപ്പോൾ ആ ലെവലുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റേറ്റ് ലെവലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 25 ആണ്. എന്നാൽ SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഫയൽ സൈസ് മിനിമം 50 KB മാക്സിമം 200 KB കൂടാൻ പാടില്ല കേട്ടോ. 50 KB 200 KB ഇടയിലായിരിക്കണം. നമുക്ക് PDF ഫയലാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ബ്രൗസറിൽ ഇതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പം ജസ്റ്റ് ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത് ഒരു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രൗസർ എടുത്ത് ഇതാക്കിയപ്പോൾ ഫയൽ സെലക്റ്റഡ്. അപ്പോൾ അവിടെ ഫയൽ സെലക്ട് ചെയ്യണം. ഇനി നമ്മൾ സേവ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആയിക്കോളും. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല കേട്ടോ. ഇനി അടുത്ത നമ്മൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമ്മളിതിൽ അപ്ലോഡ് ചെയ്യണം. മിനിമം ഫയൽ സൈസ് 20 KB 50 KB ഇടയിലായിരിക്കണം. JPG ഫോർമാറ്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട്സ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം കേട്ടോ. വൈറ്റ് ആണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സിഗ്നേച്ചർ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ വെറും സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കുന്നതിന് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഫോട്ടോ വന്നിട്ടുണ്ട്. ആ കറക്റ്റ് ഫിറ്റിംഗ് ആണോ ഒക്കെ നിങ്ങൾ നോക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി ഇതാക്കണം കേട്ടോ. ഇത് നമുക്ക് ഈ സിഗ്നേച്ചർ ആണെങ്കിൽ 10 KB 20 KB ഇടയിലായിരിക്കണം കേട്ടോ ഫയൽ സൈസ്, എങ്കിലും അത് അതിലേക്ക് അപ്ലോഡ് ആവുള്ളൂ. സിഗ്നേച്ചർ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ഇനി സേവ് കൊടുത്താൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി അപ്ലോഡ് ആയിക്കോളും. ഓക്കെ, ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തു. ഇനി ഞാനിവിടെ സേവ് കൊടുക്കണേ. അങ്ങനെ സേവ് കൊടുത്ത സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നിവിടെ കാണാം. അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ട് അവിടെ കാണിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അഡീഷണൽ ഇൻഫർമേഷനിൽ നാഷണാലിറ്റി ഇന്ത്യൻ എന്നുള്ള സെലക്ട് ചെയ്യുക, സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ള സെലക്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം റിലീജിയൻ നിങ്ങൾ ഏത് മതമാണ് ചോദിച്ചാൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മുടെ SSLC ബുക്കിലുണ്ടാവും. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അതായത് SSLC ബുക്കിൽ നമ്മുടെ അഡ്രസ്സ് ഇല്ലേ, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇല്ലേ, മാർക്കിൻ്റെ ഭാഗമല്ലാതെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ താഴെ ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ കാണാം, മാർക്ക് കാണാം. അതായത് ബ്ലാക്ക് മോൾ അതൊക്കെ പറഞ്ഞിട്ടെങ്കിൽ എന്തെങ്കിലും മുറിയുടെ അടിയാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾ 2 മാർക്ക് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ
ഏത് കമാൻഡിലാണ് നമുക്ക് പോസ്റ്റിംഗ് വേണ്ടത്, വെസ്റ്റേൺ ആണോ ഈസ്റ്റേൺ ആണോ സദേൺ ആണോ എന്ന് വെച്ചാൽ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നാമത് ഞാനിപ്പോൾ സദേൺ നേവിലാണ് കൊടുക്കുന്നത്, രണ്ടാമത് ഞാൻ ഈസ്റ്റേൺ കൊടുക്കുന്നു, മൂന്നാമത് ഞാൻ വെസ്റ്റേൺ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്തിട്ട് സേവ് എന്ന് കൊടുത്ത് കാണിക്കാം. അപ്പോൾ ഞാനതൊക്കെ ഫില്ല് ചെയ്ത് ഞാനിവിടെ സേവ് എന്ന് കൊടുക്കണേ. അങ്ങനെ നമ്മൾ സേവ് കൊടുത്ത സമയത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, അതായത് ഇതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് ഇതിൽ കാണണം, അതുപോലെ തന്നെ ഫേസിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണണം, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ നീറ്റായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ വായിച്ച് അണ്ടർസ്റ്റുഡ് എന്ന് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ ക്യാമറ അപ്പോൾ ഓൺ ആക്കണം. ഓക്കെ, ക്യാമറ ഓൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ 4 ഡിഫറെൻറ്റ് ആംഗിളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ക്യാമറ എന്നുള്ള ഇവിടെ ഓൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് എൻ്റെ എന്താ പറയുക ലാപ്ടോപ്പിൽ നമുക്ക് ഈ പറയുന്ന ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊസില്ല നമ്മൾ ബ്രൗസർ യൂസ് ചെയ്യണം. അപ്പം ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്നെങ്കിൽ ലാപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, മൊസില്ല അപ്ഡേറ്റഡ് വേർഷൻ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഞാനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ മൊബൈലിലാണത് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഞാൻ മൊബൈലിൽ എങ്ങനെയാണ് അത് ചെയ്യുക, നമുക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഓക്കെ അടിക്കാം. ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നത്. ഈ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നമ്മളത് അടിച്ചു കൊടുക്കുക. അതായത് ഫയർഫോക്സ്, ജസ്റ്റ് നമുക്ക് മൊസില്ല അതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഫയർഫോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമ്പോൾ ഫയർഫോക്സ് ഫാസ്റ്റ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10 കോടി ജനങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ബ്രൗസറാണ്. അപ്പോൾ നമ്മളെ ക്രോം ബ്രൗസറില്ല, അതേപോലെ ഒരു ബ്രൗസറാണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ബ്രൗസറാണ് ഫയർഫോക്സ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇതിൽ ജസ്റ്റ് ഓപ്പൺ എന്ന് കൊടുക്കുക. അങ്ങനെ ഓപ്പൺ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ലോഗിൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ലോഗിൻ പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ പേജ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ ആ ഒരു ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ, നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചെയ്താൽ അതിൽ നമ്മൾ വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. ഓക്കെ, യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഞാനെൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു. ഇനി ഇതായി ക്യാപ്ച അടിച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിലിപ്പോൾ എല്ലാ പോസ്റ്റും ഗ്രൂപ്പ് ബീൻ്റെ. ഇപ്പോൾ ഞാൻ ഗ്രൂപ്പ് സി ആണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് തുടർച്ച നമുക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മൊബൈലിലാണ് ഇത് ചെയ്യുന്നത്. തുടർച്ച നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടിന്യൂ അപ്ലൈ എന്നുള്ള ആ ഭാഗം തൊടുക. ട്രേഡ്സ്മാൻ്റെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ആംഗിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാമറ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് ആംഗിളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാമറ എടുക്കുക. അപ്പോൾ ഞാനിതിൽ കംപ്ലീറ്റ് കാണിക്കുന്നില്ല, മീൻസ് ഇവിടെ ഡാർക്കാണ്. ഇവിടെ നമുക്കത് കംപ്ലീറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിവിടെ ഓരോ ഫ്രെയിം ഇവിടെ നോക്കുക നിങ്ങൾ. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നമ്മുടെ മൈക്ക് ക്യാപ്ചർ ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ മൈക്കിൻ്റെ നേരെ വെക്കുക. നമ്മൾ അതായത് ഡിഫറെൻറ്റ് ആംഗിളിലാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ഇവിടെ ടച്ച് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, മൈക്ക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആംഗിൾ മാറ്റിയിട്ട് ജസ്റ്റ് നമ്മൾ ഓരോ സൈഡൊക്കെ കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ അങ്ങനെ നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫേസ്, അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് നല്ല നീറ്റായിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ പിക്ചർ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വാലിഡേറ്റ് ആൻഡ് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം പലർക്കും ഈ ക്യാമറ ഓപ്പൺ ആവാത്ത ഇഷ്യൂ ഉണ്ടാവും. ആ ഇഷ്യൂ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം പറഞ്ഞത്, നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടത്, ഈ പറയുന്ന രീതിയിൽ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്താൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രം നമുക്ക് എന്ത് ചെയ്യും, മൊബൈലിൽ ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സൈറ്റിൽ സേവ് ആകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്ത് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം, അപ്ലോഡഡ് ഇമേജ് ആർ സേവ്ഡ്, പ്ലീസ് പ്രൊസീഡ് ടു ഫിൽ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്. ഇനി അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്, നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അത് നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുക, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കാം. കാരണം നമുക്ക് മൊബൈലിൽ എന്താണ് ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നല്ല, നമ്മൾ ടൈപ്പ് ചെയ്യാനൊക്കെ കുറച്ച് സമയം പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് സേവ് നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോകാവുന്നതാണ്. ഞാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ മൊബൈലിൽ എൻ്റെ ഫോട്ടോ ഒക്കെ ക്യാപ്ചർ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ എന്താണ് ഡെസ്ക്ടോപ്പിൽ മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ട്രേഡ്സ് മേറ്റ് കണ്ടിന്യൂ അപ്ലൈ എന്നുള്ള ആ ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി എങ്ങനെ ഇപ്പോൾ നേരെ നമ്മളിപ്പം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മളെടുത്ത ഫോട്ടോസ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ നമുക്കിതിൽ സേവ് ആകുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, 2-3 ഡിവൈസിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ബാക്കി അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഫോണിൽ ചെയ്ത് പിന്നെ നമുക്ക് എന്താണ് ഞാൻ കമ്പ്യൂട്ടറിലും ചെയ്യാം ബാക്കി എന്നുള്ളത് കൊണ്ടാണ്, ജസ്റ്റ് കമ്പ്യൂട്ടറിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ്. അപ്പം ബാക്കിയുള്ള നിങ്ങൾ ഫോണിൽ തന്നെ തുടരുകയാണെങ്കിൽ ഫോണിൽ തന്നെ തുടർന്ന് നിങ്ങൾക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് കാണിക്കുന്നതിന് വലിയ സ്ക്രീനിൽ കാണിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറിലേക്ക് തന്നെ മാറ്റിയത് കേട്ടോ. അപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക, അതിൽ മൊസില്ല ഫയർഫോക്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഓക്കെ. അതായത് അക്കൗണ്ട് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാണിച്ച പേജ് ഉണ്ടല്ലോ, ഫസ്റ്റ് പേജ് ലോഗിൻ പേജ്, ആ ലോഗിൻ പേജിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അടുത്തത്. ഇനി കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ് കൊടുക്കേണ്ടത്. രണ്ടാമത് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ്. അപ്പോൾ 2 അഡ്രസ്സും സെയിം ആണ്. അവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് സെയിം ആസ് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മുകളിൽ കൊടുത്താൽ അത് അഡ്രസ്സ് താഴെയും കോപ്പി ആവും. അപ്പോൾ ഞാൻ അഡ്രസ്സ് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുത്തു. ഇനി അവിടെ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ അല്ലെങ്കിൽ താഴെ എന്താണ് പെർമനൻറ്റ് അഡ്രസ്സും 2 സെയിം ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ മതി. അല്ലാത്തവർ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് അടിക്കണം. എന്നിട്ട് ഞാനിവിടെ സേവ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ. നമ്മളിവിടെ യെസ് എന്ന് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 10 എന്നുള്ള 10th എന്നുള്ള സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്ട്രീമാണ്, സ്ട്രീം നമ്മൾ 10th തന്നെ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഏത് ബോർഡ് ഒരു യൂണിവേഴ്സിറ്റി, നമ്മളെ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ, CBSE ആണ് CBSE, ICSE അല്ലെങ്കിൽ TGSLC ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഡേറ്റ് ഓഫ് പാസിങ് എന്നാണ് നമ്മൾ SSLC പാസ് ചെയ്ത് വെച്ചാൽ 10th എപ്പോഴാണ് പാസ് ചെയ്ത് കൊടുക്കുക ഡേറ്റ്. ദെൻ സർട്ടിഫിക്കറ്റ് നമ്പർ, നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവും, അടിച്ചു കൊടുക്കുക നിങ്ങൾ. ഓക്കെ. സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇതിനടുത്ത് നിങ്ങൾക്കിവിടെ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ, ഇപ്പോൾ പെർസെൻറ്റേജ് മാർക്കാണോ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് ആണോ, എന്താ നിങ്ങളിവിടെ കൊടുക്കുന്നത് വെച്ചെടുക്കുക. അപ്പോൾ പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത്. പെർസെൻറ്റേജ് സെലക്ട് ചെയ്താൽ നിങ്ങളിവിടെ കൊടുക്കേണ്ടത് ടോട്ടൽ മാർക്കാണ്, അഗ്രിഗേറ്റ് മാർക്സ് ഒബ്റ്റൈൻഡ്, നിങ്ങൾ നേടിയ മാർക്കാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ് കൊടുക്കേണ്ടത്. അതായത് ഒബ്റ്റൈൻഡ് മാർക്ക് എന്നുള്ളിടത്ത് അഗ്രിഗേറ്റ് മാർക്സ് ഒബ്റ്റൈൻഡ് എന്നുള്ളിടത്ത് ഈ കോളത്തിൽ നിങ്ങൾ എഴുതിയിട്ട് കിട്ടിയ മാർക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് 580 കിട്ടിയെന്ന് വിചാരിക്കുക. ദെൻ മാക്സിമം മാർക്ക് 680 SSLC വരുന്നത്. അപ്പോൾ 680 കൊടുത്തു. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഇവിടെ ആഡ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പെർസെൻറ്റേജ് ആഡ് ആവും. ഓക്കെ. ഇതിനതിന് ശേഷം ക്ലാസ് ഒരു ഗ്രേഡ് നമുക്ക് എന്താണ്, ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ വെച്ചാൽ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പം ഫസ്റ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്ലാസ് കൊടുക്കാം. ഓക്കെ. ഫസ്റ്റ് ക്ലാസ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, 50 KBയുടെയും 200 KBയുടെ ഇടയിലുള്ള ആ ഒരു സൈസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്പർ മാത്രം കൊടുത്താൽ മതിട്ടോ. അല്ല ഇതിൽ മറ്റേ എന്ത് വേണ്ട, നമ്മൾ ഈ പറയുന്ന ലെറ്റർ ഒന്നും കൊടുക്കണ്ട. ക്ലാസ് ഒരു ഗ്രേഡിലെടുത്ത് 1 or 2 or 3, ഫസ്റ്റ് ക്ലാസ് ആണ് ഫസ്റ്റ്, ദെൻ സെക്കൻഡ് ആണ് സെക്കൻഡ്, 2 എന്നിട്ട് കൊടുക്കുക അത്ര. ദെൻ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ ഈ പറയുന്ന ഫയൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ. നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാം. ഇനി അഡീഷണൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും എന്താണ് ഫിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്ലസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ITയും നമ്മൾ പാസ്സായ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ പ്ലസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യണം, എന്നാലേ നമുക്ക് പ്ലസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ പ്ലസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അത് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം 10th ഡീറ്റെയിൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 10th ഡീറ്റെയിൽസ് കംപ്ലീറ്റ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ ITയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക്, അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫിറ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ട്രേഡ്സ് ഇവിടെ കാണാം കേട്ടോ, 64 ട്രേഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫിറ്റർ കൊടുത്തു. ദെൻ ബോർഡർ യൂണിവേഴ്സിറ്റി കൊടുക്കുക, ഡേറ്റ് ഓഫ് പാസിങ് എന്നരിച്ച് നിങ്ങളത് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. ദെൻ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ഏതാഴ്ച നിങ്ങൾ അത് അതിനനുസരിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ആവറേജ് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ വരും. അതിനുശേഷം ക്ലാസ് ഏതാഴ്ച ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ആഴ്ച കൊടുക്കുക. ദെൻ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന്
അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ITയുടെ സർട്ടിഫിക്കറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ നിൽക്കിയാൽ മതി കേട്ടോ. ഞാനിവിടെ പ്ലസ് ബട്ടൺ നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ITI ഡീറ്റെയിൽസ് ആർ സേവ്ഡ് എന്ന് കാണാം. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സും ITI ആണ് ഇതിലെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അത് രണ്ടും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതായത് എക്സാം ഏതാ പാസ്സായത്, അതിൻ്റെ സ്ട്രീം, അതിൻ്റെ കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഉണ്ടെങ്കിൽ കൊടുത്താൽ അതിലേക്ക് കൊടുക്കേണ്ട. ഇപ്പം ഇനി നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പം എക്സ്പീരിയൻസിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്കൊന്നും എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണാം സ്കിപ്പ് എന്നുള്ള, സ്കിപ്പ് ചെയ്താൽ മതി, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം സിറ്റി, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് എക്സാം സിറ്റി ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കേരളത്തിൽ നമുക്ക് നോക്കാം. അപ്പം എറണാകുളം ഉണ്ട്, എറണാകുളം ആണ് ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് ഫസ്റ്റ്. പിന്നെ നിങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. പിന്നെ അടുത്ത് ഞാൻ ചെന്നൈ കൊടുക്കുന്നു, അടുത്ത് ഞാൻ ബാംഗ്ലൂരാണ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് കൊടുക്കാം. ഇനി സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ഓപ്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ്, നമ്മുടെ ഫോട്ടോ അതുപോലെ സിഗ്നേച്ചർ കൂടെ വന്നിട്ടുണ്ട്. എല്ലാം വായിച്ച് നോക്കുക. പിന്നെ നമ്മൾ ലൈവായിട്ട് എടുത്ത ഫോട്ടോഗ്രാഫ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഇമേജസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കട്ടോ, കറക്റ്റാണോ, നല്ല ക്ലിയർ ഉണ്ടോ, ബാക്ക്ഗ്രൗണ്ടൊക്കെ നീറ്റാണോ, ഡിഫറെൻറ്റ് ആംഗിളിൽ നമ്മൾ എടുക്കുക. കറക്റ്റ് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ദെൻ സൈഡ് ടു സൈഡൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കാണുന്ന രീതിയിലും നമ്മുടെ ഫേസ് നല്ല കാണുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുക നിങ്ങൾ. ഓക്കെ, അതിന് ശേഷം നമ്മൾ താഴത്ത് ഇതിൻ്റെ കുറച്ച് ഡിക്ലറേഷൻ, അത് നമ്മൾ എല്ലാം വായിച്ചു എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. യുവർ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനതിൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഞാൻ ഡെമോ അക്കൗണ്ടാണ്, വെറുതെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിലവിൽ പേയ്മെൻ്റ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അടുത്ത പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റിലേക്കാണ് പോകാൻ സാധ്യത. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് നോക്കുക. സബ്മിറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിലൊന്നും പറയുന്നില്ല, എത്രയാണ് എമൗണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. പക്ഷേ നമുക്കിവിടെ പേയ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്, പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കാനുള്ള. അപ്പം എനിക്ക് തോന്നുന്നു പേയ്മെൻറ്റ് ഉണ്ടാകാനും സാധ്യത ഉണ്ട്, ഇല്ലാതിരിക്കാനും സാധ്യത. പിന്നെ നമുക്ക് ഓരോ സെപ്പറേറ്റ് ആപ്ലിക്കേഷനിലേക്കും പേയ്മെൻറ്റ് ഉണ്ടാവുന്ന ഇതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്, അല്ലാതെ വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, വൺസ് ആൻ ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ് ആൻഡ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഡീറ്റെയിൽ കനോട്ട് ബി ചേഞ്ച്. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ പിന്നെ പേയ്മെൻറ്റിലേക്കാണ് വരാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ എത്രയാണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പം ബാക്കിയുള്ള ഈ പേയ്മെൻറ്റിലും ഈ റിലാക്സേഷനുള്ള ഉദ്യോഗാർത്ഥികളുണ്ടാവും, അവർക്ക് പേയ്മെൻറ്റ് ഉണ്ടാവില്ല, അവർക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക ആദ്യം, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്യാമറ, അതായത് നമ്മളിപ്പോൾ ഫോട്ടോ ക്യാപ്ചറിൻ്റെ ആ ഒരു ഭാഗത്ത് ലൈവ് ഫോട്ടോ എടുക്കുന്ന ഭാഗത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ രീതിയിൽ മൊസില്ല നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ മൊസില്ല എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്താൽ ആ പ്രശ്നം സോൾവ് ആവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ മൊബൈലിൽ അത് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി അതെല്ലാം മൊബൈലിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എളുപ്പത്തിന് നിങ്ങൾക്ക് വലിയ സ്ക്രീനിൽ കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്